പ്രിയമുള്ളവരെ, ചേട്ടായിസ് വ്ലോഗ് എന്ന ഞങ്ങളുടെ ഈ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കുറേ നാളുകളായി എൻ്റെ സുഹൃത്തുക്കളുടെ നിരന്തരമായ അഭ്യർത്ഥനയെ തുടർന്നാണ് ഞാൻ ഇങ്ങനെയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. ഇതിൽ പ്രധാനമായും കാർഷിക സംബന്ധമായ വീഡിയോകളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുന്നതോടൊപ്പം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആദ്യമായി ഇടുന്ന ഈ വീഡിയോയിൽ ടെറസ് കൃഷിയിൽ, അത് വെച്ചാൽ അടുക്കളത്തോട്ടങ്ങൾക്കുള്ള ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനത്തെ പറ്റി പരിചയപ്പെടുത്തുന്നു. അപ്പോൾ നമുക്കിവിടെ ഒരു മഴമറ, ഞങ്ങളുടെ വീടിന് മുകളിലുള്ള ഒരു മഴമറ 54 സ്ക്വയർ മീറ്ററോളം, ഏകദേശം 54 സ്ക്വയർ മീറ്ററോളം നമുക്ക് അതിൽ വിസ്തൃതിയുണ്ട്. അവിടെ നമുക്കൊരു 152 ചെടികളോളം വയ്ക്കുന്നതിനുള്ള ഒരു ചെടിച്ചട്ടികളാണ് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അതിൽ സാധാരണ പ്ലാസ്റ്റിക് ചട്ടികളുണ്ട്, പിന്നെ HDP ചട്ടി, അത് ഇച്ചിരി കോസ്റ്റ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മളൊരു 26 ചട്ടിയെ നമുക്കിവിടെ സംഘടിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൂടാതെ നമ്മൾ സിമൻറ്റ് ചട്ടിയുണ്ട്, പിന്നെ പ്ലാസ്റ്റിക് ബക്കറ്റുകൾ, അത് ക്യാനുകൾ, അത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള ചട്ടികളുണ്ട്. അങ്ങനെ ഏകദേശം ഒരു 152ഓളം ചെടികൾ നടുന്നതിന് വേണ്ടിയുള്ള സംവിധാനമാണ് നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളത്. അതിൽ പൂർണ്ണമായും എല്ലാത്തിലും ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനം, അത് ഒരു 2-3 ടൈപ്പ് ഡ്രിപ്പ് ഐറ്റംസ് ഉണ്ട്. അത് നമുക്ക് ഇച്ചിരി വിശദമായിട്ടും പരിചയപ്പെടും. ഇപ്പോൾ ഓരോ ചെടിക്കും വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ ഡ്രിപ്പറുകൾ, നമുക്ക് അങ്ങനെയുള്ള ഡ്രിപ്പറുകൾ വാങ്ങിക്കാൻ കിട്ടും. ചെടിക്ക് മാത്രമല്ല, ഇപ്പോൾ ചെടിച്ചട്ടിയിൽ ചെയ്യുമ്പോഴത്തേക്ക് ചട്ടി വലുതാകുന്നതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിലും വ്യത്യാസം വരുത്തേണ്ടതുണ്ട്. അപ്പോൾ ആ ഡിസ്ചാർജ് കൂടിയ ഐറ്റം ഡ്രിപ്പറുകൾ നമ്മൾ സെലക്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ പലതിനും പല രീതിയിലാണ് നമ്മളത് ഇത് ചെയ്യണത്. ഒരുപാട് ഐറ്റം സാധനം നമ്മുടെ കയ്യിലുണ്ട്. എന്നാൽ ഇപ്പോൾ നമ്മളിവിടെ പരിചയപ്പെടുന്നത് ഒരു 3 ഐറ്റം ഡ്രിപ്പറുകളെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് പറയാം. ഡ്രിപ്പറുകളിൽ നമ്മളിപ്പോൾ ആദ്യമായി പരിചയപ്പെടുന്നത്, ഇപ്പോൾ സ്ക്രീൻ കാണിക്കുന്നത് ഒരു വാൽവ് ടൈപ്പ് ഡ്രിപ്പറാണ്. ആ ഡ്രിപ്പറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിപ്പോൾ ഒരു വലിയ ചട്ടികളിലാണ് ആ ഡ്രിപ്പർ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് ഇച്ചിരി കൂടുതൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇച്ചിരി കൂടുതൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ കൊടുക്കാൻ പറ്റും. മറ്റുള്ള ഡ്രിപ്പറുകളെ കുറിച്ച് നമുക്കിപ്പോൾ അതിൽ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ ഇതിൻ്റെ അളവ് വ്യത്യസ്തമായ രീതിയിലേക്ക് നമുക്ക് ആക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അടുത്തതായി നമ്മൾ പരിചയപ്പെടുന്നത് ഒരു സാധാരണ ഒരു ഡ്രിപ്പറാണ്. അതിൻ്റെ ഡിസ്ചാർജ് എന്ന് പറയുന്നത് 2 ലിറ്ററാണ്. മണിക്കൂറിൽ 2 ലിറ്റർ. നമുക്കിപ്പോൾ ഒരു ചെടിച്ചട്ടിയിൽ ഇപ്പം അത്ര സമയം 1 മണിക്കൂർ ആവശ്യമില്ല. ചെടിക്ക് ആ ചട്ടിയിൽ എന്തോരം വെള്ളം വേണം, ആ വെള്ളത്തിൻ്റെ അനുസരിച്ചിട്ട് നമുക്ക് സമയം ആനുപാതികമായിട്ട് കുറയാം. ഈ ഒരു ഡ്രിപ്പറിൻ്റെ പ്രത്യേകത, അതൊന്ന് നമുക്ക് സ്റ്റമ്പ് പോലെ എന്തെങ്കിലും ഒന്ന് താങ്ങി നിർത്തേണ്ടി വരും. സെൻട്രൽ ഭാഗത്തായിട്ട് താങ്ങി നിർത്തിയെങ്കിൽ മാത്രമേ കറക്റ്റ് സെൻട്രലിൽ വെള്ളം വീഴുള്ളൂ. അപ്പോൾ അതിനുള്ളൊരു ആ ഒരു ടൈപ്പാണ് അങ്ങനെ ഇടുക. അതിൻ്റെ ഡ്രിപ്പറുകൾ പല ഡിസ്ചാർജുള്ള ഡ്രിപ്പറുകളുണ്ട്. 8 ലിറ്ററിൻ്റെ ഉണ്ട്, 14 ലിറ്ററിൻ്റെ ഉണ്ട്. അങ്ങനെ വ്യത്യസ്തമായ രീതിയിലുള്ള ഡ്രിപ്പറുകൾ നമുക്ക് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും. ഇത് ഒരു ജെയിൻ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഡ്രിപ്പറാണ്. അതിൽ നല്ലൊരു ക്വാളിറ്റിയുള്ള ഡ്രിപ്പറാണ്. അടുത്തതായി നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് സ്റ്റേക്ക് ഡ്രിപ്പ് എന്ന് പറഞ്ഞ ഒരു ഐറ്റം. അപ്പോൾ അതിൻ്റെ ഡിസ്ചാർജ് 2 ലിറ്റർ തന്നെയാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, മറ്റേ ഡ്രിപ്പറാണെങ്കിൽ റൗണ്ട് ടൈപ്പുള്ള ഡ്രിപ്പറായിരുന്നുവെങ്കിൽ ഇത് ചട്ടിയിലൂടെ തെന്നി മാറി നിൽക്കും. അപ്പോൾ അതിന് നമ്മൾ കുത്തി നിർത്താൻ എന്തെങ്കിലും ഒരു ഇത് ഉപയോഗിച്ചേ പറ്റുള്ളൂ. ഇപ്പോൾ ഇതിനെ സംബന്ധിച്ച് അങ്ങനെയില്ല. മണ്ണിലേക്ക് നേരെ കുത്തി നിർത്താം. ആ വെള്ളം മണ്ണിലേക്ക് നേരെ വന്നിറങ്ങുന്ന ഒരു സംവിധാനം. അങ്ങനെ ഇന്ന് നമ്മളിവിടെ പരിചയപ്പെട്ടത് ഈ ഒരു 3 ടൈപ്പ് ഡ്രിപ്പറുകളാണ്. ഇനി നമുക്ക് ഒരുപാട് ഐറ്റംസ് പരിചയപ്പെടാനുണ്ട്. അത് വരും വീഡിയോകളിൽ നമുക്കതിനെക്കുറിച്ച് വിശദമായിട്ട് പരിചയപ്പെടാം. പല ഐറ്റങ്ങൾ നമുക്ക് കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.